പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് ഏവർക്കും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ ഈ ശുശ്രൂഷയിൽ കർത്താവ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയം എനിക്ക് വലിയ വിടുതൽ നൽകണമേ, എനിക്ക് വലിയ സൗഖ്യം നൽകണമേ, എനിക്ക് വലിയ ശക്തി നൽകണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് എന്നിൽ ഇടപെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ അത്ഭുതകരമായൊരു വിടുതൽ നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ആമേൻ. കൈകൾ അടിച്ചു പാടിക്കേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. എല്ലാവരും ചേർന്ന് നിറയണമേ, നിറയണമേ, പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ആമേൻ, ആമേൻ. കൃപയാൽ ജ്വലിപ്പിക്കണേ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പാടിക്കേ, പാടിക്കേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി. കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയം ഈ കാറ്റ് വീശട്ടെ. പരിശുദ്ധാത്മാഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. വീശണമേ, നീ കാറ്റായി വീശണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി സന്തോഷത്തോടുകൂടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരുടെയൊക്കെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചോണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയാണ്, ആത്മീയമായി വളർത്തുകയാണ്. ഇന്നത്തെ ദിവസം വലിയ ശക്തമായ ഒരു ദൈവവചനമാണ് പരിശുദ്ധാത്മാവ് എനിക്കും നിനക്കും വേണ്ടി സമ്മാനിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥമൊക്കെ എടുത്ത്, നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനം എഴുതി പഠിക്കണം. ഇന്ന് നമ്മളെ ആത്മീയമായി ഉണർത്താൻ കടന്നു വരുന്നത് പഴയ നിയമത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ യൗസേപ്പാണ്. ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട്? ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിലെത്ര അധ്യായങ്ങളുണ്ട്? 50 അധ്യായങ്ങളുണ്ട്. 50-ാം അധ്യായം 20-ാം തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20. അതിലൊരു വചനം, അതിശക്തമായ ഒരു വചനം നമുക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇതാരാ പറയുന്നത്? നമ്മുടെ പഴയ നിയമത്തിലെ ജോസഫ്.
പൂർവ്വ യൗസേപ്പ് അല്ലേ? പ്രിയപ്പെട്ടവരെ, ജോസഫ് പറയുക, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, സത്യം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. എന്നിട്ട് ഈ ജോസഫ് ഒരു കാര്യം കൂടെ പറയുക, ഇതെന്തിനാ സംഭവിച്ചേ? ഇന്ന് കാണുന്നത് പോലെ അല്ലേ? വലിയൊരു രക്ഷയെക്കുറിച്ചാണ് ജോസഫ് പഠിപ്പിക്കുന്നത്. ആ വചനം പഠിപ്പിക്കുകയാണ്, അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുമെങ്കിൽ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജോസഫിന്റെ അനുഭവം പഴയ നിയമത്തിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊരു കഷ്ടതകളിലൂടെയാണ് ഈ മനുഷ്യൻ കടന്നുപോയത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതൽ ജോസഫിനെ കുറിച്ചാണ് പഴയ നിയമത്തിൽ പറയുന്നത്. 50-ാം അധ്യായത്തിന്റെ അവസാനം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഈ ജോസഫിന്റെ മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെയൊക്കെ വിവരണത്തിന് ശേഷം അബ്രാഹത്തിന്റെ രക്ഷാകര ചരിത്രത്തിൽ പിന്നീട് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്. 37-ാം അധ്യായം മുതൽ ജോസഫിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, നഷ്ടങ്ങൾ, ഭാരങ്ങളാണ് കുറിച്ചു വച്ചിരിക്കുന്നത്. ഈ പാവൻ ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടു. അവൻ നശിച്ചു പോകാൻ വേണ്ടി, അവൻ രക്ഷപ്പെടരുത്. ആരാണ്? സ്വന്തം സഹോദരന്മാർ. സ്വന്തം സഹോദരന്മാർ അവനെ ഉപേക്ഷിച്ചു, പിന്നീട് അവനെ വിറ്റു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരാണ് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ മനസ്സിലാക്കാം, ശത്രുക്കളാണ് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. സ്വന്തം സഹോദരന്മാർ ചെയ്യുമ്പോൾ അതെന്തു വലിയ വിഷമാണ് ഉണ്ടാക്കുന്നത്. സങ്കടം എന്തോരം ഉണ്ടായിരിക്കും. ഞാനിത് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ, അയൽവാസികളൊന്നുമല്ല, സ്വന്തം സഹോദരങ്ങളാൽ വിഷമിക്കുന്ന കുറേയധികം പേര് ഈ വചനമൊക്കെ കേൾക്കണുണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം അതെത്രയോ വലുതാണെന്നറിയാവോ? നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരൻ പറഞ്ഞത്, അച്ഛാ, കുടുംബത്തിലെ സ്വത്ത് വിഭജന തർക്കം, ഞാൻ ഇന്ന് അച്ഛാ കോടതി കയറിക്കൊണ്ടിരിക്കുക. എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അയൽവാസികളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല, എൻ്റെ സ്വന്തം സഹോദരൻ. എൻ്റെ സ്വന്തം സഹോദരനാണ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അച്ഛാ, എൻ്റെ ജീവിതം സ്വസ്ഥതയില്ലാതെയായി, കോടതി കയറി ഇറങ്ങുക. എനിക്ക് അച്ഛാ കോടതിയിൽ കേസിലൊന്നും പോകാൻ താല്പര്യമില്ല, എന്നെ പ്രതി ചേർക്കല്ലേ എന്ന് പലതവണ ഞാൻ പറഞ്ഞതാ. പക്ഷേ എൻ്റെ സ്വന്തം സഹോദരൻ എന്നോട് വല്ലാത്തൊരു വൈരാഗ്യമാണ്. അദ്ദേഹം പറയുന്നത്, ചെറുപ്പകാലം മുതൽ അപ്പന് നിന്നോടായിരുന്നു സ്നേഹം, നീ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട, നിന്നെ ശരിയാക്കും. എന്നെ ഇന്ന് വിഷമിപ്പിച്ച് കാണുന്നതിൽ എൻ്റെ സഹോദരന് വല്ലാത്ത സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിലിടപ്പെട്ടു, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. പിന്നീട് കടന്നു പോകുന്ന ഓരോ അനുഭവം, പൊത്തിഫറിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്, നാണം കെട്ടത്, ഇല്ലാ കഥകൾ മുഴുവൻ ഈ മനുഷ്യൻ കേൾക്കേണ്ടി വന്നു. എന്നാൽ അവസാനം ഈ ജോസഫിനെ ദൈവം ആ ദേശത്തിൻ്റെ അധിപനായി ഉയർത്തും. ആ ദേശത്തിൻ്റെ അധിപനായി ഉയർത്തും. അങ്ങനെ അധികാര കസേരയിലിരിക്കുന്ന ജോസഫ്, നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, അധികാര കസേരയിലിരിക്കുന്ന ജോസഫ്. അപ്പോഴാണ് പണ്ടിവനെ കുഴിയിലിട്ടവര്, പണ്ടിവനെ അടിമച്ചന്തയിൽ വിറ്റവര് ഇവൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുന്നു.
ജോസഫ് കസേരയിൽ ഇരിക്കുന്നു, അവരെല്ലാവരും മുമ്പിൽ വന്ന് യാചനയോടുകൂടെ അപേക്ഷകളുമായിട്ട് വന്ന് നിൽക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ചവർ, നിങ്ങളെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞവർ, നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ, വിഷമിപ്പിച്ചവർ, പിന്നീട് ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതൊരു വല്ലാത്ത പെരുമാറ്റമായിരിക്കും അല്ലേ? കൊടുക്കാവുന്നതൊക്കെ കൊടുക്കും, അടി കൊടുക്കും അല്ലേ? അതല്ലേ പറയുന്നത്. എന്നാൽ ജോസഫിനെ കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയോ? ഈ ജോസഫ് അവരുടെ മുമ്പിലിരുന്ന് കരഞ്ഞു. 20-ാം വചനം പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. സത്യമായ കാര്യം സഹോദരന്മാരോടാ പറയണേ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജോസഫ് എന്താ പഠിപ്പിക്കണേ? നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ നിനക്കെതിരെ തിന്മ ചെയ്താലും, നിന്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അടച്ചാലും, നിന്നെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞാലും, നിന്നെ ഇല്ലാതാക്കാൻ എത്രമാത്രം ശ്രമിച്ചാലും, സ്വർഗത്തിലെ ദൈവം ആ പ്രവർത്തികളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എവിടെയാണോ നീ കരഞ്ഞത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. ഇത് വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നൽകുന്ന വലിയൊരു സത്യമായ കാര്യം. നീ കരഞ്ഞ അതേ സ്ഥലത്തു തന്നെ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അംഗീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ജോസഫ് ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ നമുക്കറിയാം. കണ്ണുനീരിൻ്റെ യാത്രയിൽ അവസാനം ജോസഫിനെ ദൈവം ഉയർത്തി. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ആത്മീയ സത്യം ആവർത്തിച്ചെഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ച് ധ്യാനിക്കാവുന്ന ഒരു സുന്ദരമായ വചനം, അത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. നമുക്കറിയാം, ചെങ്കടൽ ഇസ്രായേൽ ജനം കടക്കുന്നു. 15-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ ജനം സ്തോത്രഗീതം, ദൈവത്തിന് നന്ദി ഒക്കെ പാടി പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 16-ാം അധ്യായം ഇസ്രായേൽ ജനം കരക്കിറങ്ങി അവരൊരു സ്ഥലത്തെത്തി. വചനത്തിൽ ഇങ്ങനെയാണ്, 16-ാം അധ്യായം 23-ാം തിരുവചനം. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. മാറ, അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ആ കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ഉടനെ തന്നെ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കയ്പുള്ള വെള്ളത്തെ തന്നെ മധുരമാക്കി മാറ്റുകയാണ്. അതേ വെള്ളം കയ്പായിരുന്നു, കുടിക്കാൻ പറ്റിയല്ല, പക്ഷെ ദൈവം അതേ വെള്ളത്തെ തന്നെ മധുരമാക്കി മാറ്റി. അവരെയും കൊണ്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെള്ളം കൊടുത്തു എന്നല്ല, അതേ സ്ഥലത്ത് അതേ വെള്ളം. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി. ഇതാ അവിടുത്തെ സേവകന്മാർ വെള്ളം കൊണ്ടുവന്ന് അതേ വെള്ളത്തെ ദൈവം വീഞ്ഞാക്കി മാറ്റി. യോഹന്നാന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കും, 16-ാം അധ്യായം 20-ാം തിരുവചനം, ഈ ദുഃഖം ഇത് സന്തോഷമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ കയ്പുള്ള, ഭാരമുള്ള, ദുഃഖമുള്ള ഏത് വിഷയമാ ഉള്ളത്? അതിനെ തന്നെ ദൈവം അനുഗ്രഹമുള്ളതാക്കി മാറ്റും. ഞാൻ ഓർക്കുന്നത് ഒരു കന്യാസ്ത്രീ, ആ സന്യാസിനി ഞങ്ങളുടെ ധ്യാന മന്ദിരത്തിൽ, ഞാൻ ഡൽഹി ഡിവൈൻ ധ്യാന മന്ദിരത്തിലായിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ കരഞ്ഞുകൊണ്ടൊരു ദിവസം ആ ധ്യാന മന്ദിരത്തിൽ വന്നു. നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന മലയാളി സിസ്റ്ററാണ്. ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ
ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഇപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാനൊരു സ്കൂളിൻ്റെ ബിൽഡിംഗ് ഇൻചാർജാണ്. അവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സാമ്പത്തികമായ ഒരു തിരിമറി, അച്ഛാ ഞാൻ മനസ്സറിവോടൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അച്ഛാ സങ്കടം വന്നിട്ട് വയ്യ. എന്നിട്ട് ഈ സിസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനെ ഭാരപ്പെട്ട് ഞാൻ ഈ സന്യാസത്തിൽ എന്തിനു തുടരണം? പ്രൊവിൻഷ്യാളമ്മയും ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സൊക്കെ എന്നെ വിഷമിപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു ഈ സിസ്റ്ററിനോട്, സിസ്റ്ററെ ഈ സന്യാസ സഭയിലോട്ട് ചേർന്നപ്പോൾ പ്രൊവിൻഷ്യാളമ്മേനെയും ബാക്കിയുള്ള സിസ്റ്റേഴ്സിനെയും കണ്ടിട്ടാണോ ചേർന്നത്? അല്ലല്ലോ, ഈശോയെ കണ്ടിട്ടല്ലേ. ഈശോ പറയുന്നതനുസരിച്ചാൽ മതി, അതിലേ അനുഗ്രഹമുള്ളൂ. ഈ സിസ്റ്റർ സമ്മതിച്ചു. അങ്ങനെ കുറേ ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നല്ല ബലമൊക്കെ പ്രാപിച്ച് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, പിന്നീട് വന്ന മെയ് മാസം ഇവരുടെ കോൺഗ്രിഗേഷൻ്റെ പ്രത്യേകിച്ച് പ്രൊവിൻസിൻ്റെ എലക്ഷൻ ആയിരുന്നു. എലക്ഷൻ്റെ 2-ാം ദിവസം ഈ സിസ്റ്റർ അതിരാവിലെ ഫോൺ വിളിച്ചിട്ട് പറയാം, അച്ഛാ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഇതെന്താ ഇപ്പം പറയാൻ കാരണം? അച്ഛാ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ പ്രൊവിൻസിൽ ഇലക്ഷനായിരുന്നു. ഞങ്ങളുടെ പ്രൊവിൻസിൽ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രൊവിൻസിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ. അച്ഛാ എല്ലാവരും കൂടി എന്നെയാണ് പ്രൊവിൻസിൽ ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഈ കെട്ടിടം പണിയുടെയും സാമ്പത്തിക മേഖലയുടെയും ഇൻചാർജായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫിനാൻസ് കൗൺസിലറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അച്ഛാ എവിടെയാണോ ഞാൻ കരഞ്ഞത്, ആരുടെ മുമ്പിലാണോ ഞാൻ ഒറ്റപ്പെട്ടത്, നിന്ദിക്കപ്പെട്ടത്, അവിടെ തന്നെ എൻ്റെ ദൈവം എന്നെ ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു സിസ്റ്ററിൻ്റെ മാത്രം അനുഭവമല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് അങ്ങനെയാ. നീ കരഞ്ഞ അതേ സ്ഥലത്ത് തന്നെ, നീ നിന്ദിക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ. നമ്മുടെ പത്രോസിനെ ഓർത്തെടുത്ത് നോക്കിക്കേ. പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലേ, വചനത്തിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാം തിരുവചനം, പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ അറിയില്ല 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 എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഇതേ പത്രോസിനെ ഈശോ അതേ അന്തരീക്ഷം ഒരുക്കും. തീയൊക്കെ കൂട്ടിയിട്ട് ദൈവം പത്രോസിനെ വിളിക്കും. അതേ സാഹചര്യം, അതേ അന്തരീക്ഷം ദൈവം ഒരുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാം തിരുവചനം മുതൽ വായിക്കാൻ പറ്റും. ഇതേ പത്രോസിൻ്റെ മുമ്പിൽ തീയൊക്കെ കൂട്ടിയിട്ടിട്ട് ഈശോ ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എത്ര തവണ? 3 തവണ. അതേ സാഹചര്യം, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. നീ കരഞ്ഞ അതേ ഇടത്തിൽ, അതേ സ്ഥലത്ത് വേറെ ആളുകളല്ല, വേറെ സാഹചര്യമല്ല, അതേ ഇടത്ത് ഭർത്താവ് മദ്യപാനിയാണെന്ന് കരഞ്ഞ് നിലവിളിച്ച് വന്നൊരു സഹോദരി മാസങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ള തിരിച്ചറിവിലെത്തി. ഈ സ്ത്രീയുടെ പ്രാർത്ഥനയിൽ ആ ഭർത്താവിന് മാനസാന്തരം കിട്ടി. കഴിഞ്ഞ ധ്യാനത്തിൽ 2 പേരും ഒരുമിച്ച് വന്നിരുന്ന ധ്യാനം കൂടി ഈ ഭാര്യ പറഞ്ഞു, അച്ഛാ എൻ്റെ പ്രാർത്ഥന വഴി എൻ്റെ ഭർത്താവിനെ ഞാൻ നേടി എന്ന് പറഞ്ഞാൽ, കയ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയെ, ഒരു പ്രസ്ഥാനത്തെ, ഒരാശയത്തെ, ഒരു അന്തരീക്ഷത്തെ, ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ദൈവം ഇതാ മധുരമുള്ളതാക്കി മാറ്റും. നിന്നെയും എൻ്റെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. പഴയ നിയമത്തിലെ ജോസഫ് പറയുക, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു സത്യം, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. ഈ ആരാധന സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതാനുഭവങ്ങളെ അൾത്താരയോട് ചേർത്ത് വയ്ക്കാം. സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടുവാ, നമുക്ക് ഒരുമിച്ച് തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. നീ ആയിരിക്കുന്നിടങ്ങളിൽ ഭക്തിപൂർവം തമ്പുരാൻ കർത്താവിനെ ഒന്ന് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം നമ്മുടെ പൂർവ്വ യൗസേപ്പ് പഠിപ്പിച്ചില്ലേ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളും അനേക തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാ.
ദൈവം എല്ലാം നന്മയാക്കി മാറ്റും. നീ അത് വിശ്വസിക്കുക. പ്രത്യേകിച്ച് ഈ നിമിഷം ഈശോയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ വിഷമിപ്പിച്ച ആളുകൾ, നിന്നെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞവർ, നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചവർ, അതെല്ലാം ദൈവം നന്മയാക്കി മാറ്റുകയാണ്. നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അവരോടെല്ലാം സ്നേഹവും സന്തോഷവും ഉള്ളിൽ നിറയട്ടെ. ആരോടും വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തണ്ട. മറിച്ച് യേശു നൽകുന്ന വലിയ സ്നേഹം, ഓ ദൈവമേ, അങ്ങ് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു വിശ്വസിക്കുന്നു. ചേർന്ന് ഈ വരികളൊക്കെ ഒന്ന് പാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ, പാവമെല്ലാം പൊറുക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. അതെ, യേശുവിനെ നോക്കി വിശ്വസിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ദൈവമെല്ലാം നന്മയ്ക്കാക്കി മാറ്റും. കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പൂർവ്വ യൗസേപ്പ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ജീവിതാനുഭവങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവെ കൃപ ചൊരിയണമേ. ഏതെങ്കിലും ഒരു വിഷമത്തിൽ, ഒരു ഭാരത്തിലാണ് നീ കഴിയുന്നതെങ്കിൽ, നിനക്കെതിരെ മറ്റുള്ളവർ പറഞ്ഞ കാര്യം, ചെയ്ത കാര്യങ്ങൾ നിന്നെ വേട്ടയാടുന്നെങ്കിൽ, ഇതാ പരിശുദ്ധ അൽത്താരയിലുള്ള യേശു നിന്നെ സുഖപ്പെടുത്തുകയാണ്. നിന്റെ മുറിവേറ്റ അനുഭവങ്ങളെ സൗഖ്യപ്പെടുത്തുകയാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യപ്പെടുത്തുന്ന യേശു എൻ്റെ കൂടെയുണ്ട്. ഇതാ നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ദൈവിക ശക്തി നിന്നിലേക്ക് നിറയുകയാണ്. ഈ ശുശ്രൂഷ സമയം ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കുക. യേശു നിന്നെ സ്പർശിക്കുന്നു. യേശു നിന്നെ സ്പർശിക്കുന്നു. ഈ യേശുവിനെ നോക്കി നീ പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കണം. ഈശോയോട് പറ, ഈശോയെ, കാൽവരി കുരിയിൽ കിടന്നുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റണം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എങ്ങനെയാ പ്രാർത്ഥിച്ചേ? ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, പൂർവ്വ യൗസേപ്പ് പറഞ്ഞു പഠിപ്പിച്ചില്ലേ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. നമുക്കും പ്രാർത്ഥിക്കും. ഈ സമയം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി രണ്ട് കരങ്ങളും ഇങ്ങനെ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഇതാ യേശുവിൻ്റെ ആശീർവാദം നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ.